السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ അലഖ്. നിങ്ങളെല്ലാവരും കേട്ട് പരിചയിച്ചിട്ടുണ്ടാകുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അലഖ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന സൂറത്ത്, അഥവാ ഖുർആനിൽ ആദ്യം അവതീർണമായ സൂറത്ത് അല്ലെങ്കിൽ അവതീർണമായ 5 ആയത്തുകൾ ഈ സൂറത്തിന്റെ തുടക്കത്തിലുള്ളതാണ്. അപ്പൊ ഈ ഒരു സൂറത്ത് തജ്വീദിന്റെ നിയമങ്ങൾക്കനുസൃതമായി, അഥവാ തജ്വീദിന്റെ നിയമങ്ങൾ എങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രായോഗിക ഖുർആൻ പാരായണത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടത്, അങ്ങനെ തജ്വീദിന്റെ നിയമങ്ങൾക്കനുസൃതമായി നമ്മളുടെ തെറ്റുകൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ കൃത്യമായ രീതിയിൽ പാരായണം ചെയ്യണം. കാരണം ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ഹദീസ് തന്നെയുണ്ട്. എത്രയെത്ര ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ് ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആൻ പാരായണം ചെയ്യുന്നതിനനുസരിച്ച് ഖുർആൻ അവരെ തന്നെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ നമ്മളുടെ ഗുണത്തിന് വേണ്ടി ഓതുന്ന ഖുർആൻ നമ്മൾക്ക് തന്നെ ശാപമാകുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ദോഷമാകുന്ന രീതിയിലേക്ക് ഒരിക്കലും നമ്മളുടെ ഖുർആൻ പാരായണം മാറാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്രയും കണിശമായ രീതിയിൽ ഓരോ അക്ഷരങ്ങളും എങ്ങനെ തന്നെ ഉച്ചരിക്കണം, ഏതൊക്കെ രീതിയിൽ ഉച്ചരിക്കാൻ പാടില്ല, ഒരു സാധാരണക്കാരന് വരുന്ന തെറ്റുകൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു ക്ലാസ് ആണ്. നമ്മൾക്ക് ഇഖ്റ ബിസ്മി ഒന്ന് ആദ്യം പാരായണം ചെയ്തിട്ട് ഓരോ ആയത്തുകൾ കൃത്യമായി പരിശോധിച്ചു നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقرأ باسم ربك الذي خلق. خلق الإنسان من علق. اقرأ وربك الأكرم. الذي علم بالقلم. علم الإنسان ما لم يعلم. كلا إن الإنسان ليطغى أن رآه استغنى. إن إلى ربك الرجعى. أرأيت الذي ينهى عبدا إذا صلى. أرأيت إن كان على الهدى أو أمر بالتقوى. أرأيت إن كذب وتولى. ألم يعلم بأن الله يرى. كلا لئن لم ينته لنسفعا بالناصية. ناصية كاذبة خاطئة. فليدع ناديه. سندع الزبانية. كلا لا تطعه واسجد واقترب. ഇവിടെ ഈ ഒരു സിമ്പൽ കാണുമ്പം അല്ലെങ്കിൽ ഈ ഒരു മീൻസ് അടയാളം കാണുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം എന്നതാണ് എന്ത് ചെയ്യുന്നത്? നിയമം. ഓക്കെ, അത് നമ്മൾക്ക് എന്ത് ചെയ്യാം? ആ ആയത്ത് പരിശോധിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒന്നാമത്തേത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ആ എന്നുള്ള ഉച്ചാരണം അത് തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ് വരുന്നത്. അതേപോലെ തന്നെ ഹ എന്നുള്ള ഉച്ചാരണവും തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്ന് തന്നെയാണ് വരുന്നത്. പക്ഷെ ഹ ഉച്ചരിക്കാൻ നമ്മൾക്ക് കുറച്ചുകൂടി സുഖമായിരിക്കും. ആ ഉച്ചരിക്കാൻ, ആ എന്ന് കറക്റ്റ് ഉച്ചരിക്കാൻ നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
ഇവിടെ 2 ഇഖ്റ എന്ന് നമ്മൾ ആരംഭിക്കുന്ന സമയത്തും ഒരു ഹംസ് വരുന്നു. ഇഖ്റ അവിടെ 2 ഹംസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള എന്ന് പറയുന്നത് നാവിന്റെ തുടക്കം അഥവാ നാവിന്റെ ആരംഭം അതിന്റെ നേരെ മുകളിലുള്ള അണ്ണാക്കിന്റെ മൃദുലമായ ഭാഗത്ത് ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇഖ്റ. അപ്പൊ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. റ എന്നുള്ള ഉച്ചാരണം നാവിന്റെ മുകൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം അത് മേൽവരിയിലെ മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്ത്. ഇതാണ് നാവിന്റെ എന്താണ് മുകൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം. അത് മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്ത് അത് തഫ്ഹീമ് തർക്കീക്ക് എന്ന് പറയുന്ന 2 രീതിയുണ്ട്. അത് തഫ്ഹീമിന്റെ സമയത്താണെങ്കിൽ നാവിന്റെ മധ്യഭാഗം ഇവിടെ കാണുന്നത് പോലെ മുകളിലോട്ട് ഉയരും. ഇനി അല്ല തർക്കീക്കിന്റെ സമയമാണെങ്കിൽ എന്ത് ചെയ്യും, നാവ് ഫ്ലാറ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും, നാവിന്റെ മധ്യഭാഗം താഴ്ന്നാണ് കിടക്കുന്നത്. അപ്പൊ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അപ്പൊ ഇവിടെ ഇഖ്റ എന്ന് പറയുമ്പോൾ ഹംസ് അതേപോലെ തന്നെ ഖാഫ് മാത്രമല്ല, ഖാഫ് ത്വ ബ ജ ദ ഈ പറയുന്ന 5 അക്ഷരങ്ങൾ വന്നാൽ ആ അക്ഷരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പൂർത്തിയായിട്ട് ഉച്ചരിക്കണം. ഇഖ്റ അതേപോലെ എന്താണ് ഇഖ്റ അവ ഖ് ത്വ ബ് ജ് ദ് അല്ലാത്ത ഏത് അക്ഷരങ്ങൾ വന്നാലും ഇപ്പോ എന്താണ് ത്, അത്, അസ് അതേപോലെ തന്നെ എന്താണ് അഹ് അഹ് അതുപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇത് ഉച്ചരിക്കാൻ പാടില്ല. അത് അക്ക് അതേപോലെ തന്നെ എന്താണ് അത്ത് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഉച്ചരിക്കണം. അതേപോലെ തന്നെ ഇവിടെ അടുത്ത വരാൻ പ്രശ്നമുള്ള ഒരു കാര്യം റബ്ബിക. റബ്ബിക ബി എന്നുള്ള ഉച്ചാരണം. അതേപോലെ തന്നെ ഇവിടെ ഇഖ്റ ബിസ്മി എന്ന് പറയുന്ന ബി എന്നുള്ള ഉച്ചാരണം. ബി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2 ചുണ്ടിൽ നിന്നാണ് ആ ഉച്ചാരണം വരുന്നത്. അത് മാത്രമല്ല ബി എന്നുള്ളത് നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് ഈ ഇകാരം ഇകാരം നമ്മൾ മലയാളികൾക്ക് ചിലപ്പം ഒരു തെറ്റ് വരാവുന്ന ഒന്നാണ്. ഇകാരം കറക്റ്റ് ഇകാരം വരില്ല. പകരം എന്ത് ചെയ്യും, ഇ ഈ ഈ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു ഉച്ചാരണം വരും. അപ്പൊ ഇഖ്റ ബിസ്മി ബിസ്മി ബിസ്മി. അപ്പൊ ബിസ്മി അല്ല, അത് ബി എന്ന് കറക്റ്റ് പറയണം. ഇഖ്റ ബിസ്മി. അതേപോലെ തന്നെ ഇവിടെ റബ്ബിക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അപ്പൊ ഇവിടെ ഹംസിന്റെ ഉച്ചാരണം റെഡിയാക്കണം. അതൊക്കെ പൂർത്തീകരിച്ച് തന്നെ ഉച്ചരിക്കണം. പിന്നെ ബി എന്നുള്ള ഉച്ചാരണം തെറ്റിപ്പോകാൻ പാടില്ല. റബ്ബിക ഒറ എന്ന് പറയുമ്പം മീൻസ് റ അത് തഫ്ഹീം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പം തഫ്ഹീം എന്ന് പറയുന്നത് റ റു എന്നുള്ള ഉച്ചാരണങ്ങളാണ്. റി എന്ന് പറയുമ്പോൾ അതിന് തർക്കീക്ക് എന്നാണ് പറയാം. അത്തരം ഉച്ചാരണം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി വിശദമായിട്ട് പറയാം. അപ്പൊ റബ്ബിക ഖലഖ്. ഇവിടെ ഒരു വ്യത്യാസം ശ്രദ്ധിക്കണം. ഇവിടെ ഖാഫ് ആണെങ്കിൽ നമ്മൾ ഖലഖ് എന്ന് പറയണം. ഖലഖ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം. അതേ സമയത്ത് നമ്മൾ എന്താണ് ഇവിടെ ഖലഖ് അല്ലെങ്കിൽ എന്താണ് മീൻസ് ഫലക് എന്നൊക്കെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫലക് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. ഫലഖ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. അതേ സമയത്ത് കായാണെങ്കിൽ ഫലക് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ ഒരു വ്യത്യാസം എന്തായാലും മനസ്സിലാക്കി വെക്കണം. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഖ തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്നാണ്. ഇപ്പൊ ഇവിടെ ഹ ഹ ഹ ഈ 3 അക്ഷരങ്ങളും തമ്മിൽ തെറ്റ് വരാൻ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വരാനോ അല്ലെങ്കിൽ ഈ അക്ഷരങ്ങൾ മാറിപ്പോവാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഹ ഹ എന്ന് പറയുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന ഉച്ചാരണമാണ്. ഖലഖൽ 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 ഇൻസാന. ഇൻസാന സ എന്ന് പറയുമ്പോൾ നാവിന്റെ കൂർത്താറ്റം 2 വരി മുൻപല്ലുകൾക്കിടയിൽ അവ ടച്ച് ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല. തൊടാതെ 2 വരി മുൻപല്ലുകൾക്കിടയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ത്വ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരും. സ സ ഈ പറയുന്ന 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരില്ല. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അവിടെ ഇൻസാന ശരിക്കും എന്താണ്, ഇൻസാന എന്നാണ് ഉള്ളത് അല്ലെ.
ഉച്ചാരണത്തിലുള്ളത് എന്താണ്? ഇൻസാന എന്നാണ്. പക്ഷേ അവിടെ ഒരു നിയമമുണ്ട്, ഇഖ്ഫാ എന്ന് പറയുന്ന ഒരു നിയമം. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഈ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമായിട്ട് ഇൻസാന എന്ന് പറയില്ല, നൂനാണെന്ന് മനസ്സിലാകും. ഇൻസാന മിൻ അലഖ്. ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം 5 നിയമങ്ങളുണ്ട്. നിങ്ങൾ അതൊന്നും പഠിക്കണ്ട. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ചാൽ മതി. ഇൻസാന. അതേ സമയത്ത് മിൻ അലഖ്, മിൻ അലഖ് എന്ന് പറയാൻ പാടില്ല. അവിടെ ഇൽഹാറാണ്, വ്യക്തമായിട്ട് പറയണം. മിൻ അലഖ്, ഇൻസാന മിൻ അലഖ്. അടുത്തത്. അപ്പൊ ഇവിടെ ഖലഖൽ ഇൻസാന. ഇവിടെ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം, ഖലഖൽ ഇൻസാന. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹംസ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഉച്ചാരണം, ആ ഇ ഉ എന്നുള്ള ഉച്ചാരണം, അത് നിങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു വെക്കണം. അപ്പൊ ഖലഖൽ ഇൻസാന, ഖലഖൽ ഇൻസാന, അല്ലാതെ ഖലഖൽ ഇൻസാന ആയി പോകാൻ പാടില്ല. പിന്നെ അത്തരത്തിലുള്ള ചെറിയ വകഭേദങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളുടെ ഉച്ചാരണത്തിൽ എന്താണ്? ഖലഖൽ ഇൻസാന, ഖലഖൽ ഇൻസാന, അതായത് ഖലഖലി എന്നായി പോകാൻ പാടില്ല, അത് തെറ്റാണ്. ഖലഖൽ ഇൻസാന എന്ന് തന്നെ പറയണം. പിന്നെ ഇവിടെ ഇൻസാന നേരത്തെ പറഞ്ഞ ഇഖ്ഫാ തന്നെയാണ്. മിൻ അലഖ് നമ്മൾ പറഞ്ഞല്ലോ, ഇൽഹാറാണ്, വ്യക്തമായിട്ട് പറയണം. ഇനി ഇഖ്റ വറബ്ബുകൽ അക്രം, ഇഖ്റ വറബ്ബുകൽ അക്രം, ഇഖ്റ വ വ എല്ലാവരും തെറ്റിക്കുന്നതാണ്. നാവിന്റെ ചുണ്ട് വൃത്താകൃതിയിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് വ എന്നാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അല്ലാതെ മേലെ പല്ല് താഴെ ചുണ്ടിൽ ടച്ച് ചെയ്തുകൊണ്ട് വ എന്ന് ഉച്ചരിക്കാറുണ്ട് ഫാന്റെ മഖറജില്. അത് തെറ്റാണ്. ഇഖ്റ വറബ്ബുകൽ, ഇഖ്റ വറബ്ബുകൽ അക്രം. ഈ കാഫിന്റെ മഖറജ് നമ്മൾ നേരത്തെ ഖാഫിന്റെ ഉച്ചാരണം പറഞ്ഞിരുന്നു. നാവിന്റെ ആരവം അണ്ണാക്കിന്റെ മൃദുലമായ ഭാഗത്താണ് ക. അപ്പൊ ക എന്ന് പറയുമ്പോൾ എന്താണ്? അണ്ണാക്കിന്റെ കുറച്ചുകൂടി ഉറപ്പുള്ള കഠിനമായ ഭാഗത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ക ഉച്ചരിക്കുക. ഇഖ്റ വറബ്ബുകൽ അക്രം, അക്രം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും. ഇവിടെ ഇഖ്റ, ഇഖ്റ, ഇഖ്റ. അപ്പൊ ഇഖ് എന്ന് കൃത്യമായിട്ട് പറയണം. അതേ സമയത്ത് അക്രം, അക്രം, അക്രം. അതേ സമയത്ത് ഇഖ്റ, അക്രം, ഇഖ്റ. അപ്പൊ ഇഖ് എന്ന് പറയുമ്പം ഇതിന്റെ സുക്കൂൻ എന്ത് ചെയ്യണം? നമ്മൾ പൂർത്തിയാക്കി ഉച്ചരിക്കണം. ഇഖ്റ, ഇഖ്റ. അതേ സമയത്ത് അക്രം, അല്ലാതെ അക്റം എന്ന് പറയേണ്ട, അക്രം എന്ന് പറഞ്ഞാൽ മതി. ഇതാണ് ഈ പറയുന്ന ഖാഫ്, ത്വ, ബ, ജ, ദ, ഖുതുബ് ജദ് എന്ന് പറയും. ഈ 5 അക്ഷരങ്ങൾ വരുമ്പം അതിന്റെ സുക്കൂൻ എന്ത് ചെയ്യണം? നമ്മൾ ശരിക്ക് പൂർത്തിയാക്കി തന്നെ ഉച്ചരിക്കണം. അല്ലാത്ത അക്ഷരങ്ങൾ വരുമ്പം നമ്മൾ പൂർത്തിയാക്കി ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. ഇഖ്റ വറബ്ബുകൽ അക്രം, അല്ലദീ, അല്ലദീ അല്ലമ ബിൽ ഖലം, അല്ലമ ബിൽ ഖലം. ബി എന്നുള്ള ഉച്ചാരണം കറക്റ്റ് ആകണം, അല്ലാതെ ബ് അല്ല ബി അല്ല, രണ്ടും അല്ലാത്ത മധ്യത്തിലുള്ള ഒരു ഉച്ചാരണം തെറ്റാണ്. അല്ലദീ അല്ലമ ബിൽ ഖലം. ലാമിന്റെ ഉച്ചാരണമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. നാവിന്റെ അറ്റത്തോട് ചേർന്ന് അല്ലെങ്കിൽ നാവിന്റെ അറ്റം അതിനെതിരെയുള്ള മുൻപല്ലുകളുടെ മോണയിൽ വെച്ചുകൊണ്ടാണ് ല എന്നുള്ള ഉച്ചാരണം. അല്ലദീ അല്ലമ ബിൽ ഖലം, അല്ലദീ. ഇവിടെ അറബിയിൽ ആ, ഇ, ഉ അല്ലാതെ എ, ഓ എന്നുള്ള ഉച്ചാരണങ്ങളൊന്നും അറബിയിലില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഉച്ചാരണങ്ങൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. അല്ലമൽ ഇൻസാന മാ ലം യഅലം, അല്ലമൽ ഇൻസാന. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അല്ലമൽ ഇൻസാന ആയി പോകാൻ പാടില്ല. അല്ലമൽ ഇൻസാന. എന്താണ്? അല്ലമൽ ഇൻസാന എന്ന് കൃത്യമായിട്ട് തന്നെ ഉച്ചരിക്കണം. അഥവാ അല്ലമൽ ഇൻസാന. ഇൻസാന നമ്മൾ കുറെ നേരമായിട്ട് പറയുന്നു, അത് ഇഖ്ഫ ആണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. മാലം യഅലം. ഇവിടെ ഇത് ഈ ഉച്ചാരണങ്ങളൊക്കെ മേ എന്നൊക്കെ ആയി പോകാൻ, മാലം യഅലം എന്നുള്ളത് മാക്ക് പകരം മേ എന്നായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അഥവാ മായു അല്ല മേയു അല്ലാത്ത ഒരു ഉച്ചാരണം. മേലം യഅലം അല്ല, മാ, മാ ആകാരമാണ്. അപ്പം മാ എന്ന് കറക്റ്റ് തന്നെ ഉച്ചരിക്കണം. അതേപോലെ തന്നെ മാലം, ലം എന്നാണ്, അല്ലാതെ ലം എന്നല്ല.
ല എന്നുള്ള ഉച്ചാരണം ല ല, അത് ല എന്ന് തന്നെയാണ്. അപ്പം മാ ലം യഅലം യഅലം, അല്ലാതെ യ എന്നുള്ള ഉച്ചാരണവും തെറ്റാണ്. അപ്പം അല്ലമൽ ഇൻസാന മാ ലം യഅലം, മാ ശരിയാണ്, അതേ സമയത്ത് മേ എന്നുള്ളത് തെറ്റാണ്. അതേപോലെ തന്നെ മാ ലം എന്നാണ് ശരി, ലം എന്നുള്ളത് തെറ്റാണ്. അതേപോലെ തന്നെ യഅലം യഅലം എന്നുള്ളത് തെറ്റാണ്. അപ്പൊ അല്ലമൽ ഇൻസാന മാ ലം യഅലം കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ. കല്ല, ഇന്ന, ഇവിടെ രണ്ടക്ഷരങ്ങൾക്ക് മാത്രമേ ഈ പ്രത്യേകതയുള്ളൂ. ന മ, ഈ രണ്ടക്ഷരങ്ങൾക്ക് ഇതുപോലെ ശബ്ദ് വന്നാൽ നമ്മൾ അവിടെ മണിച്ച് ഉച്ചരിക്കണം. എന്ത് ചെയ്യണം? മണിച്ച്. ഇന്ന, അതേപോലെ തന്നെ ഇനി ഇമ്മ, ബാക്കിയുള്ള ഏതക്ഷരം വന്നാലും ആ അക്ഷരത്തെ ഇരട്ടിപ്പിച്ചാൽ മാത്രം മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അബ്ബ, അല്ലെങ്കിൽ എന്താണ് അത്ത, അല്ലെങ്കിൽ അസ്സ, അല്ലെങ്കിൽ അജ്ജ, ഏതക്ഷരം വന്നാലും ആ അക്ഷരത്തെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി? ഇരട്ടിപ്പിച്ചാൽ മാത്രം മതി. അതേ സമയത്ത് ന മ, ഈ അക്ഷരങ്ങൾക്ക് ശബ്ദ് വന്നാൽ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? മണിച്ച് ഉച്ചരിക്കണം. ഇമ്മ, അല്ലെങ്കിൽ എന്താണ് ഇന്ന. ഇവിടെ ഇന്ന എന്നാണ് ഉച്ചാരണം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഇന്നൽ ഇന്നൽ ഇൻസാന എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ലയത്വ, ഇവിടെയും യ എന്നുള്ള ഉച്ചാരണം വരാൻ പാടില്ല. ലയത്വ ലയത്വ, നേരത്തെ ഞാൻ പറഞ്ഞ ആ ഉച്ചാരണത്തിൽ വരുന്നതുകൊണ്ട് തന്നെ ലയത്വ എന്ന് പറയാൻ പറ്റില്ല. ലയത്വ 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 എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി ഉച്ചരിക്കണം. ഇവിടെ കല്ല എന്നുള്ളത് ക എന്ന് തന്നെ വേണം, കെല്ല എന്നായി പോകാൻ പാടില്ല. ഇന്നൽ ഇൻസാന നമ്മൾ പറഞ്ഞു ലയത്വ ലയത്വ എന്നുള്ളതും കൃത്യമായി തന്നെ ഉച്ചരിക്കണം. അൻ റആഹുസ്തഗ്ന എന്നോ അല്ലെങ്കിൽ അൻറആഹുസ്തഗ്ന എന്നൊന്നും ഉച്ചരിക്കാൻ പാടില്ല. അർറആഹു ഇദ്ഗാമുൻ ബിലാ ഗുന്ന എന്നാണ് നമ്മൾ പറയാ. അവിടെ നൂനിനെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് റായിലേക്ക് ചേർത്തിയിട്ട് അൻറആഹുസ്തഗ്ന അർറആഹുസ്തഗ്ന, ജസ്റ്റ് അവിടെ ഒരു നൂനുണ്ട് എന്നൊരു തോന്നിക്കൽ ഉണ്ടാകും. അൻറആഹുസ്തഗ്ന, അല്ലാതെ അർറആഹുസ്തഗ്ന, ആ ഒരു ചെറിയൊരു എന്ത് ചെയ്യും? നൂനുണ്ട് എന്ന് തോന്നിക്കും. അൻറആഹുസ്തഗ്ന അൻറആഹുസ്തഗ്ന എന്നുള്ളതൊക്കെ തെറ്റാണ്. അർറആഹുസ്തഗ്ന അർറആഹുസ്തഗ്ന. അപ്പൊ അൻ എന്നുണ്ട് എന്നൊരു തോന്നിപ്പിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ വ്യക്തമായിട്ട് അൻ റആഹുസ്തഗ്ന എന്ന് പറയില്ല. അർറആഹുസ്തഗ്ന. എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കൂടുതൽ ദൈർഘിപ്പിക്കുന്നില്ല. ബാക്കിയുള്ള ആയത്തുകൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ വിശദീകരിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.